പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലതരം പ്രയാസങ്ങളുമായിട്ട് ചുറ്റിവരിഞ്ഞ് ജീവിതം ദുർഘടമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലരും വിചാരിക്കും, എന്നാണ് എനിക്ക് കുറച്ച് സൗഭാഗ്യങ്ങൾ ലഭിക്കുക, എൻ്റെ ജീവിതത്തിൽ എന്നാണ് സന്തോഷം കൈവരിക. അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും അല്ലേ. നമുക്കൊരു പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളത്. കാര്യം ആ കാലയളവിൽ നമുക്ക് നല്ലതുകൾ കൈവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന് വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു, ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുന്നു. അങ്ങനെയാണല്ലോ, ശരിയാണ്. നമ്മൾ കൃത്യമായ രീതിയിൽ ജീവിതത്തിൽ ഈശ്വര ചിന്തയോട് കൂടി മുന്നോട്ട് പോയാൽ അതിനുള്ള ഗുണങ്ങൾ ലഭ്യമാവുക തന്നെ ചെയ്യും. അതിനു മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില സൂചനകളും നൽകാറുണ്ട്. ചിലത് ഗുണപരമായിട്ടുള്ള സൂചനകളാണ്, ചിലത് ദോഷകരമാണ്. അപ്പൊ നമ്മൾ ദുസ്വപ്നം കാണുന്നുണ്ട്, നല്ല സ്വപ്നം കാണുന്നുണ്ട്. ഇവിടെ ഇപ്പം ഐശ്വര്യവും ഭാഗ്യവും നമുക്ക് കൈവരാൻ പോകുന്നു, അടുത്ത് തന്നെ നമുക്ക് അത് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വപ്നത്തിലൂടെ ചില ദൃശ്യങ്ങളൊക്കെ കാണാറുണ്ട്. പലരും സ്വപ്നം കണ്ട് മറന്നു പോകുന്നു. കാര്യം അതിൽ വലിയ പ്രസക്തിയൊന്നും അവർ കാണുന്നില്ല. ഇതിലെന്തായിരിക്കുന്നത്, ഏതോ സാധാരണ ഒരു സ്വപ്നം എന്നുള്ള രീതിയിൽ അവർ കാണും. വീണ്ടും നിരാശയിൽ തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ നമ്മുടെ പ്രതീക്ഷയെ കൂട്ടാനും നമ്മുടെ കർമ്മത്തെ കൂടുതൽ വിപുലപ്പെടുത്തുകയും ചെയ്ത് നമുക്ക് ആ ഐശ്വര്യത്തെ സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്വപ്നത്തിനെ വ്യാഖ്യാനം ചെയ്തെടുക്കണമെന്നുള്ളതാണ്. ഇന്ന് ഞാൻ 7 തരം സ്വപ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. തീർച്ചയായിട്ടും ഈ 7 തരം സ്വപ്നങ്ങളിൽ ഒരെണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ അധികം വൈകാതെ തന്നെ ഐശ്വര്യങ്ങളും ഭാഗ്യവും വന്നു ചേരും. അത് സംശയം വേണ്ട. ആ 7 സ്വപ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇനി തൊട്ടടുത്ത കാലയളവിൽ കാണുകയും ഉണ്ടാവാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ കിട്ടുമല്ലോ. അപ്പോൾ സ്വപ്നങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ കാണപ്പെടും എന്നതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദനമഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു സ്ത്രീത്വം വിളങ്ങി നിൽക്കും. അത്തരത്തിൽ ആദ്യത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു താമരക്കടവ് അല്ലെങ്കിൽ താമരപ്പൂവിനെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. താമരക്കടവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് താമരകൾ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു നല്ല തടാകം അല്ലെങ്കിൽ ഒരു ജലസഞ്ചയം. അവിടെ എങ്ങനെയാവാം, ഒരു പൂക്കൾ, ഒരുപാട് താമരപ്പൂക്കൾ ഉണ്ടാവും. ചിലപ്പോൾ കാണുന്നത് ഒരു കുട്ടി ഒരു താമരപ്പൂവായിട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു യുവതി താമര ഇങ്ങനെ 2 കൈകളിലും പിടിച്ച് നടന്നു വരുന്നതായിരിക്കാം. ഇങ്ങനെ താമരയുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്നത് ഏറെ ഗുണകരമാണ്. ഒരു സ്ത്രീ താമരയായിട്ട് വരുന്നെങ്കിൽ അത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ് പറയുന്നത്. താമര നമുക്ക് കാണുന്നത് കടങ്ങളെ അതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ, ധനവരവ് നമുക്കുണ്ടായി വരാൻ, നമുക്ക് ഭാഗ്യങ്ങൾ ഒരുപാട് സിദ്ധിക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ആനയെ സ്വപ്നം കാണുക. ആനയെ നല്ല രീതിയിൽ സ്വപ്നം കാണാൻ പറ്റും. നമ്മൾ ഓടിക്കുന്നതായിട്ടൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് തന്നെ ആന എപ്പോഴും എല്ലാ സ്വപ്നവും നല്ലതാണെന്ന് പറയുന്നില്ല. പക്ഷെ ആനയെ നമ്മൾ ഈ വിധത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ഗുണകരമാണ്. എന്ന് പറഞ്ഞാൽ ആന ഒരു പുഴയിലോ മറ്റോ നിന്നിട്ട് വെള്ളം കോരി പുറത്തേക്ക് ഒഴിക്കുന്നതായിട്ട് കാണുക. രണ്ടാമത്തെ സ്വപ്നം ആന ഇങ്ങനെ തുമ്പിക്കൈ ഉയർത്തി ഐശ്വര്യപൂർണ്ണമായിട്ട് നിൽക്കുക. മൂന്നാമത്തത് ആന ഗണപതിയുടെ സ്വരൂപം പോലെ കാണപ്പെടുക. ഇങ്ങനെയൊക്കെ നമുക്ക് ആനയെ കാണാൻ കഴിയുന്നത് ഐശ്വര്യത്തിൻ്റെ ഒരു സാന്നിധ്യമാണ്. ശക്തി വർദ്ധിക്കുക, ആരോഗ്യം വർദ്ധിക്കുക, മനക്കരുത്ത് വർദ്ധിക്കുക, വിഘ്നങ്ങൾ തരണം ചെയ്ത് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള സൂചനയാണ് ഇതിലൂടെ ലഭ്യമാകുക. മൂന്നാമത്തത് പാമ്പിനെ സ്വപ്നം കാണുക. പലപ്പോഴും പാമ്പിനെ കണ്ട് പേടിച്ചിട്ടാണ് പലരും പറയുന്നത്, അയ്യോ ഞാൻ ദുസ്വപ്നം കണ്ടു, പാമ്പിനെ കണ്ടു. എല്ലാ പാമ്പിനെ കാണുന്ന സ്വപ്നം ദുസ്വപ്നമല്ല, ദുസ്വപ്നത്തിലും വരുന്നുണ്ട്. എന്നാൽ ഈ വിധത്തിൽ പാമ്പിനെ നിങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വളരെ മഹത്തരാണ്. ഒന്നാമത്തത്, ഒരു ആലിനെ ചുറ്റി വരിഞ്ഞ് ഒരു പാമ്പിരിക്കുന്നു. അത് ഭയപ്പെടുത്തുന്നൊന്നുമില്ല, എല്ലാവരും അതിൻ്റെ ചുവട്ടിൽ പോയി തൊഴുതുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്വപ്നം. രണ്ടാമത്തത്, ഒരു ശിവലിംഗത്തിൽ ഒരു പാമ്പ് ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നു. വളരെ മഹത്തരമായിട്ടുള്ള സ്വപ്നം. മൂന്നാമത്തത്, ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുകയാണ്. അതിൻ്റെ തലയ്ക്ക് പുറകിൽ പ്രകാശമുണ്ട്. നിങ്ങൾ
മറ്റു ചിലർ തൊഴുത് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സ്വപ്നം. ഇത് നാഗരാജാവ് നേരിട്ട് നമുക്ക് പ്രസാദിക്കുന്നതും ശിവ വിഷ്ണു ചൈതന്യങ്ങൾ നമ്മിൽ പ്രസാദിച്ചതുമായിട്ടുള്ള ലക്ഷണമാണ്. ഇത് വളരെ ഗുണകരമാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയെ തുറക്കുന്നതുമാണ്. നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഇനി നാലാമത്തത്, സ്വർണമോ നാണയങ്ങളോ നമുക്ക് ലഭിക്കുന്നതായി കാണുക എന്നുള്ളതാണ്. അതായത് ഒരു പാത്രത്തിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ ഇരിക്കുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ ഇങ്ങനെ സ്വർണം കിടക്കുന്നു, പണം കിടക്കുന്നു, അത് നമ്മൾ എടുക്കുന്നു. എങ്ങനെയുള്ള സ്വപ്നം? ചിലപ്പോൾ അത് ലോട്ടറി അടിച്ച് നമുക്ക് കുറച്ച് കാശ് കിട്ടുന്നു, അങ്ങനെയുള്ള സ്വപ്നമാവാം. ഒരാൾ കുറച്ച് കാശ് കൊണ്ടുവന്ന് നമുക്ക് തരുന്നു, അങ്ങനെയുള്ള സ്വപ്നമാവാം. ഇതെല്ലാം മഹാലക്ഷ്മി പ്രസാദിച്ചിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണ്. ഇത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയെ സൂചിപ്പിക്കുന്ന സ്വപ്നമാണ്. ഇത് ഗുണകരമാണ്. അഞ്ചാമത്തത്, തെളിഞ്ഞ വെള്ളം സ്വപ്നത്തിൽ കാണുന്നത് എന്നുള്ളതാണ്. ഇതിനൊരു ലക്ഷണമുണ്ട്. നമ്മളൊരു പുഴയിൽ നിൽക്കുമ്പോൾ വളരെ കലങ്ങി മറിഞ്ഞൊരു പുഴയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുഴയുടെ കരയിൽ നിൽക്കുമ്പോൾ ആ വെള്ളമെല്ലാം കലങ്ങി മറിഞ്ഞു വയ്ക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ പുഴ വെള്ളം ഒഴുകിപ്പോയി ഇത് തെളിഞ്ഞതായി കാണപ്പെടുന്നു. മറ്റൊന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കിണർ കുഴിക്കുകയോ കുളം കുഴിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം വരുന്നു, അല്ലെങ്കിൽ തെളിഞ്ഞ തടാകത്തിൻ്റെ കരയിൽ നമ്മൾ പോയി നിൽക്കുന്നു. ഇങ്ങനെ തെളിഞ്ഞ വെള്ളം ഉറവയിൽ നിന്ന് ഇങ്ങനെ സ്രോതസ്സുകളിൽ നിന്ന് വരുന്നതായിട്ടുള്ള സ്വപ്നം വളരെ പുണ്യരാണ്. ജീവിതത്തിലെ ആ കലക്കങ്ങൾ എല്ലാം ചേറും ചെളിയും എല്ലാം മാറി ശുദ്ധമാകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം സ്വൈര്യമായിട്ടുള്ള ഒരു സഞ്ചാരപാതയിലേക്ക് കടക്കുന്നു എന്നൊക്കെയുള്ള ഭാഗ്യദായകമായിട്ടുള്ള ഒരു സ്വപ്നമാണിത്. ആറാമത്തത്, കുടുംബക്ഷേത്രത്തെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബ ദേവത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഊർജ കേന്ദ്രമാണ്. ഈ ക്ഷേത്രത്തെ നമ്മളിങ്ങനെ സ്വപ്നത്തിൽ കാണുന്നത് നമുക്ക് ഐശ്വര്യദായകമാണ്. ആ ചൈതന്യത്തിൻ്റെ പൂർണ്ണ കടാക്ഷം നമ്മിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള സൂചനയാണിത്. ഇത് കാണുന്നവർക്ക് അവരുടെ തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാവുക, തൊഴിൽ കിട്ടാത്തവർക്ക് പുതിയ തൊഴിൽ മേഖലകൾ തുറന്നു കിട്ടുക, സാമ്പത്തികമായിട്ട് ഉന്നമനങ്ങൾ ഉണ്ടായി വരിക തുടങ്ങിയൊക്കെയാണ് സൂചന നൽകുന്നത്. ഏഴാമത്തെ കാര്യം, പൂക്കളും പഴങ്ങളും നിറഞ്ഞ ഒരു മരത്തെ കാണുക. നമ്മളിങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു മരം കാണുന്നു, അത് നിറയെ ഫലങ്ങളാണ്, ചിലപ്പോൾ നിറയെ പൂക്കളുമുണ്ട്. അങ്ങനെ ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ ജീവിതം മനോഹരമാക്കി മാറ്റുന്നതിനുള്ള ചില ഘടകങ്ങൾ നമ്മിലേക്ക് എത്തിച്ചേരാൻ ഈ പ്രപഞ്ചം ചില തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. നമ്മുടെ ജീവിതം വളരെ സുന്ദരമായിട്ട് മാറും എന്നുള്ളതിന് ഗുണകരമാണ്. ഇങ്ങനെയൊരു സ്വപ്നം കാണുന്നത് സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അവർക്ക് ഗുണങ്ങൾ നൽകുന്ന ഒന്നായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വളരെ പുണ്യകരമായിട്ടുള്ള ഒരു സ്വപ്നം കൂടിയാണിത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരം സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഈ സ്വപ്നങ്ങൾ നല്ല സ്വപ്നങ്ങളാണ്, ഭാഗ്യദായകങ്ങളാണ്. പക്ഷേ ഇത് അധികം പേർക്ക് പറഞ്ഞ് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം സ്വപ്നം നല്ല സ്വപ്നമായാലും മോശം സ്വപ്നമായാലും പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ശക്തി, അതിൻ്റെ സാധിച്ചെടുക്കാനുള്ള കഴിവ് കുറയുകയാണ്. അപ്പോൾ അപായകരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ശക്തി ചോർന്നിട്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടും. എന്നാൽ നല്ല സ്വപ്നങ്ങളാകുമ്പോഴോ നമ്മൾ പറഞ്ഞു കിടന്നാൽ ആ നല്ല സ്വപ്നം നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള, ആ ചൈതന്യം ആകർഷിക്കാനുള്ള അതിൻ്റെ ശക്തിയും ചോർന്നു. അതുകൊണ്ട് നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് പറയാതിരിക്കുക. പറയുകയാണെങ്കിൽ ആചാര്യൻ്റെ അടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു വിധിയുണ്ട്. അങ്ങനെ അല്ലാതെ മറ്റൊരാളുടെ അടുത്ത് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.